ഓം ശ്രീ ലക്ഷ്മീ നരസിംഹം ശരണം പ്രപത്തി സ്വാമി ശരണമയ്യപ്പ. കാളീദേവി കാളീദേവി പ്രപഞ്ചമാതാവാണ്. പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഭദ്രമായ കാലത്തെ നൽകുന്ന ഭദ്രകാളിയാണ്. ആ മഹാകാലൻ്റെ പത്നിയായ മഹാകാളിയാണ്. അതുപോലെ ഒട്ടേറെ വിശേഷണങ്ങളുള്ള പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ മൂർധന്യ സ്വരൂപം തന്നെയാണ് കാളീദേവി എന്നുള്ളത്. ശ്രീകുലവും കാളീകുലവും എടുത്തു നോക്കിയാൽ ഈ രണ്ട് ദേവിമാരെയും രണ്ടു തരത്തിൽ പരാശക്തിയായിട്ടാണ് ആരാധിക്കുന്നത്. അതിൽ കാളീകുലത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്തിനേയും തുല്യതയോടെ കാണാനുള്ളൊരു ഭാവമാണ്, അദ്വൈത ബോധമാണ്. പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ആ സത്യസ്വരൂപിണിയായ കാളിയാണ് എന്നുള്ള ബോധത്തിൽ നിന്നാണ് നമ്മളുടെ ആത്മീയ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ ലോകത്ത് ഭൗതികമായും എന്തു നേട്ടത്തിനും, അതാണ് പറയുന്നത് ഭദ്രമായ കാലത്തെ നൽകുന്നവൾ ഭദ്രകാളി. ഏതു ഭൗതികമായ നേട്ടത്തിലേക്കും ഒരു മനുഷ്യ ജന്മത്തെ കൊണ്ടെത്തിക്കാൻ, പുരുഷാർത്ഥങ്ങൾ നേടാൻ, ഏതൊരു അപ്രാപ്യമായ കാര്യവും നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വരുതിയിലാക്കി തരാൻ ഈ അമ്മ കഴിഞ്ഞേയുള്ളൂ, ബാക്കി ആരുമെന്ന് പറയാം. പരീക്ഷണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ പരീക്ഷണം നമ്മളെ ഏത് തലത്തിലെത്തിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കണം. പേടി മാറ്റാനുള്ള പരീക്ഷണമാണ് അമ്മയുടെ പരീക്ഷണം. അല്ലാതെ നിങ്ങളൊരു ആപത്തിൽ കൊണ്ടുപോയിട്ട് പരീക്ഷിക്കുകയല്ല അമ്മ ചെയ്യുന്നത്. മറ്റ് പല ദേവതന്മാരെയും ഓരോ ദേവതന്മാരും പരബ്രഹ്മം തന്നെയാണ്, പരബ്രഹ്മത്തിൻ്റെ പല സഗുണ സാകാരമായ രൂപമാണ് എന്ന് പറഞ്ഞാലും ഇവരുടെ പരീക്ഷണത്തിന് വ്യത്യാസങ്ങളുണ്ട്. ഓരോ രൂപം സ്വീകരിക്കുന്നതിനനുസരിച്ച് പരീക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. മറ്റ് പല ദേവന്മാരെയും വിളിക്കുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ കഷ്ടതകളിൽ കൊണ്ടുപോയിട്ട് നമ്മളെ പക്വതപ്പെടുത്തുമെങ്കിൽ കാളീദേവി നമ്മളെ പക്വതപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ഒരു ഭക്തനെ എങ്ങനെയാണ് അമ്മ നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്രയും കാലം കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം, ഇത്രയും നാളും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യം, ഇത്രയും നാൾ നമ്മൾ പേടിച്ചു നിന്ന കാര്യത്തെ എല്ലാം മറികടക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് ദേവി മഹാമായ നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇത്രയും നാൾ ഭീരുവായിരുന്ന ഒരാൾ മഹാവീരനായി മാറുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് വീരന്മാരുടെ അമ്മ എന്നുള്ള വിളിപ്പേര് പോലും അമ്മയ്ക്കുള്ളത്. കഠിന ഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ദേവിയെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ദേവിയോട് വളരെ സ്നേഹപൂർവ്വം ദേവിയുടെ രൂപം കണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ആരാധന തുടങ്ങുന്ന ഒരാൾ ഉറപ്പായും ദേവിയുടെ ഉത്തമ വീരനായൊരു പുത്രനായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് ഈ ലോകത്ത് ഭാരതത്തിൽ ജീവിച്ചിരുന്ന എല്ലാ വിജയങ്ങളും കരസ്ഥമാക്കിയ എല്ലാ രാജാക്കന്മാരുടെയും ഉപാസനാമൂർത്തി എന്ന് പറയുന്ന ആ കൊട്രവൈ തന്നെയാണ്, കാളി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഒരു ശക്തിക്കും ഇവരെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത്. ഒരു ശക്തിയെ കൊണ്ടും കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത ഒരു ഉപാസനാക്രമം ഉണ്ടെങ്കിൽ അത് കാളീക്രമമാണ്. കാളീദേവിയെ ആരാധിച്ച് ആ പ്രപഞ്ച സ്വരൂപിണിയായി ആരാധിച്ച് ആ പ്രപഞ്ച സ്വരൂപിണിയായി കണ്ടു വണങ്ങി പുത്രഭാവത്തിൽ ആ അമ്മയെ സിദ്ധീകരിക്കുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദേവിയെ ഒരു മന്ത്രമൂർത്തിയായി കാണുകയോ വെറും കേവലം കാര്യസാധ്യമൂർത്തിയായി കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടില്ല. ദേവിയെ തന്നെ ആരാധിക്കുന്നതിന് പല പല ക്രമങ്ങളുണ്ട്. രഹസ്യം, അതിരഹസ്യം, പരാപര രഹസ്യം എന്നുള്ള പല പല ഭാവങ്ങളിലുമാണ് ദേവി ആരാധിക്കുന്നത്. പ്രപഞ്ചമായി കണ്ട് ആരാധിക്കുന്ന ക്രമം അതൊരു യോഗിക്ക് പറഞ്ഞിട്ടുള്ള ക്രമമാണ്. എങ്കിൽ എൻ്റെ അമ്മയും അങ്ങ് തന്നെ, എൻ്റെ പ്രപഞ്ചവും അമ്മ തന്നെ എന്നുള്ള ഭാവമാണ് നമ്മൾക്ക് വേണ്ടത്. എങ്ങനെ ഒരു കാളി ഭക്തൻ ഉത്തമനായ കാളി ഭക്തനായി മാറണമെന്നുള്ള വീഡിയോയാണ്. കാളീ ദേവിയുടെ എല്ലാ അനുഗ്രഹവും നേടിയെടുക്കാൻ ഇതിനെ കഴിഞ്ഞും മറ്റൊരു മാർഗമില്ല. നമ്മൾക്കറിയാം, അദ്വൈത സന്യാസിയായിരുന്ന തോട്ടാപുരി മഹാരാജ് ദ്വൈതത്തിൽ നിൽക്കുകയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ദ്വൈതത്തിലാണ് നിൽക്കുന്നത്. ഒരു ദേവതാ ഉപാസകനാണ്, വെറും തുച്ഛമായ ഒരു ദേവതാ ഉപാസകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാളീദേവിയിൽ നിന്ന് മോചിപ്പിച്ച് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്നുള്ളത് ഉറപ്പിക്കാൻ വന്ന ആളാണ്. പക്ഷെ കാളിയുടെ ലീലയിൽ സ്വന്തം ശരീരം പോലും വെടിയാൻ സാധിക്കാതെ ഈ പ്രപഞ്ചം മൊത്തമായി നിറഞ്ഞു നിൽക്കുന്ന കാളി മാറിയെങ്കിലേ ബ്രഹ്മസ്വരൂപത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിലേക്ക് ഈ മഹായോഗി തോട്ടാപുരി പോലും എത്തി. ഇതുപോലെ മുൻപൊരാൾ എത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ദേവിയില്ല, പ്രപഞ്ചകാരകനായ ബ്രഹ്മമേ ഉള്ളൂ, ശിവമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നാടെങ്ങും പ്രചരിപ്പിച്ച് നടന്നൊരാൾ ആദിശങ്കരാചാര്യർ. അവസാനം അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? തൻ്റെ നിലപാട് തിരുത്തേണ്ടി വന്നു. ശരീരം അനങ്ങാൻ പോലും ശക്തിയില്ലാത്തൊരു സ്ഥിതിയിലെത്തിയപ്പോൾ അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പോൾ മനസ്സിലായോ മകനെ ശക്തിയുണ്ട് എന്ന്? ശക്തിയില്ലൊന്നും നടക്കില്ല, പ്രപഞ്ചമില്ലൊന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മളുടെ മഹാന്മാരായ യോഗിമാർ പോലും, ഇപ്പം 2 യോഗിമാരുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഒത്തിരി 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 യോഗിമാർ കാളീദേവിയുടെ ആ തലത്തെ അംഗീകരിക്കുന്നു. ആ തലത്തെ മുൻപ് തന്നെ അംഗീകരിച്ചതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആ മോക്ഷഗതി പ്രാപിച്ചത്.
ആ മോക്ഷഗതി ബ്രഹ്മജ്ഞാനബോധം ഒരു ആത്മാവിന് നൽകാനും കാളീദേവിക്ക് സാധിക്കും. ആ അമ്മ അങ്ങ് മാറിയാൽ മതി. മായ മാറിയാൽ പിന്നെ ശിവമാണ്. പ്രകൃതിയിലൂടെയേ ശിവനിലെത്തുള്ളൂ, മായയിലൂടെയേ ശിവനിലെത്തുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് ശിവൻ മാത്രം മതി, മായ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. പ്രപഞ്ചത്തിലെ എന്തിൻ്റെയും അധികാരി ദേവിയാണ്. സ്വത്ത്, സൗഭാഗ്യം, എല്ലാത്തിൻ്റെയും, പ്രപഞ്ചത്തെ ശരീരമായി സംബന്ധിച്ച്, പ്രപഞ്ചമായി പ്രകൃതിയെ സംബന്ധിച്ച എല്ലാത്തിൻ്റെയും ഉറവിടം ദേവിയാണ്. അപ്പോൾ ആ ദേവിയെ എങ്ങനെ ആരാധിക്കണം? ശ്രീരാമകൃഷ്ണ ഭഗവാനെ പോലെ ആരാധിക്കണം. ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു. ഇതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദനും ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ബ്രഹ്മസമാജത്തിലൊക്കെ ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ പിന്നീട് ദേവിയുടെ ആ പ്രാധാന്യം മനസ്സിലാക്കി പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും അറിയപ്പെടാൻ കാരണം, ഈ പ്രപഞ്ചത്തിൽ എന്തു ചെയ്യാനും കാരണം കാളിയാണ്. കാളിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഇത്രയേറെ അറിയപ്പെടാൻ കാരണം എൻ്റെ സീക്രട്ട്, എൻ്റെ രഹസ്യം കാളിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല. അതിലൊരുപാട് രഹസ്യങ്ങളുണ്ട്. ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നടന്ന എത്ര പേരാണ് പിന്നീട് കാളി ദേവിയുടെ ഭക്തരായി വന്നത്. പക്ഷേ ജന്മം മുതൽ തന്നെ ആ കാളി ഭക്തനായിരുന്ന ആ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം എങ്ങനെ ആരാധിച്ചോ ആ രീതിയിൽ വേണം ആരാധിക്കാൻ. അമ്മയെ പോലെ കണ്ട് ആരാധിക്കണം. അമ്മയെ പോലെ കണ്ട്. അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസൻ കാളീനെ കാണുന്നതെന്നറിയാമോ? അമ്മ പ്രത്യക്ഷപ്പെടില്ലല്ലേ, ഈ പുത്രന് വേണ്ടി പ്രത്യക്ഷപ്പെടില്ലല്ലേ എന്നുള്ളൊരു മനോഭാവത്തിൽ സ്വന്തം ജീവൻ ഹനിക്കാൻ ശ്രമിച്ചു. സ്വന്തം ജീവൻ ഹനിക്കാൻ, ഒരു കയ്യിലൊരു വാളെടുത്ത് ജീവൻ ഹനിക്കാൻ ശ്രമിച്ചപ്പോൾ മോനെ വേണ്ട, അരുത് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. എന്ന് വെച്ച് ഇത് നമ്മൾ ചെയ്താൽ ഒരിക്കലും അത് സംഭവിക്കില്ല. നമ്മൾ നാളെ ചെന്നൊരു കത്തി വെച്ചിട്ട് അമ്മ മര്യാദയ്ക്ക് പ്രത്യക്ഷപ്പെട്ടോ, അല്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. കാരണം അപ്പം ദേവി പ്രത്യക്ഷപ്പെട്ടില്ല. ഓരോ മഹാന്മാരും ഓരോരോ കാരണങ്ങളാണ് നമ്മളെ കാണിച്ചു തരുന്നത്, ഓരോരോ ലീലകളാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇവിടെ കാണിച്ചു തരുന്നത് എന്താണ്? ആ അഭേദ്യമായ സ്നേഹം. കാളി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ അമ്മയില്ലാതെ പുത്രൻ ഇവിടെ വേണ്ട എന്നുള്ള ആ സ്ഥിതിയിലേക്കുള്ള മാതൃഭക്തി കൊണ്ട്, മാതൃസ്നേഹം കൊണ്ട് തന്നെ മറന്നുപോയ ആ ശ്രീരാമകൃഷ്ണ പരമഹംസർ അങ്ങനെ അമ്മയ്ക്ക് വരേണ്ട തന്നെ വന്നു. പുത്രൻ വിളിച്ചാൽ അമ്മ വരണം, വന്നിരിക്കണം എന്നുള്ളത് പ്രപഞ്ചത്തിന് കാണിച്ചു കൊടുത്തു. എനിക്ക് വരാതെ സാധിക്കില്ല മകനെ, നീ എന്നെ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നു, നീ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. നമ്മൾ പലരും, മൂഢന്മാരായവർ പലരും പറയും, കാളീദേവി മുണ്ഡമാല ധരിച്ച് കുറേ കൈകളൊക്കെ ആഭരണമായി ധരിച്ച് നഗ്നയായി നിൽക്കുന്നൊരു സ്ത്രീയാണ്. ആ നഗ്നത എന്താണ്? പ്രപഞ്ചം നഗ്നമാണ്. പ്രപഞ്ചം നഗ്നമാണ്, സർവാഭരണ ഭൂഷിതമല്ല, അപ്രിയ സത്യമാണ്, കാലമാണ്, കാളിയാണ്, കാലത്തിൻ്റെയും കടന്ന മഹാകാളിയാണ്. ആ ഒരു ബോധം തരാനാണ്. ആ അമ്മയുടെ ആ സ്വരൂപം കണ്ടിട്ടോ അമ്മ എന്നുള്ള ഭാവമുള്ളവന് മാത്രമേ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഞാൻ സത്യം പറയാം, പല സ്വർണ്ണാഭരണ ഭൂഷിതയായ സുന്ദരിയായി നിൽക്കുന്ന ഭഗവതിമാരെക്കാളും 10 മടങ്ങ് ഭക്തനെ സ്നേഹിക്കുന്ന ആളാ അമ്മ. 10 മടങ്ങ് സ്നേഹിക്കുന്ന ആളാ അമ്മ. എന്ന് വെച്ച് മറ്റ് ദേവിമാർ സ്നേഹിക്കില്ലെന്നല്ലോ. കാരണം എന്താണെന്നറിയോ? മറ്റ് ദേവിമാരെ സ്നേഹിക്കാൻ നമ്മൾക്ക് എളുപ്പമാണ്, അപ്പോൾ ആ സ്നേഹം തിരിച്ചു കിട്ടും. പക്ഷെ കാളീദേവിയെ സ്നേഹിക്കുന്നത് അത്ര ഭ്രാന്തമായ കാളി ഭക്തിയുള്ളവർക്ക്, ഭ്രാന്തം എന്നുള്ള വാക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചത്, അത്രയ്ക്ക് അമ്മേനെ ആഗ്രഹിക്കുന്നുണ്ടാണ്. ആ രൂപം കണ്ടിട്ടും, ആ നാവ് പുറത്തിട്ട് രക്തം തുളുമ്പി നിൽക്കുന്ന രൂപം കണ്ടിട്ടും എൻ്റെ അമ്മേ എന്ന് വിളിക്കാൻ തോന്നുന്ന ആ ഭക്തൻ ഉത്തമ ഭക്തനാണ്. അവൻ അമ്മയുടെ സത്യസ്വരൂപം കണ്ടവനാണ്. നമ്മൾ പലരും പറയും വികൃതമായ രൂപം, ഭീഷണിപ്പെടുത്തുന്ന രൂപം, അല്ലെങ്കിൽ വളരെ ഉഗ്രമായ രൂപം, പ്രചണ്ഡമായ രൂപം, കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത രൂപം. ഇത് പ്രഹ്ലാദനെ കണ്ടു നിൽക്കുന്ന നരസിംഹസ്വാമിയെ കണ്ടു നിൽക്കുന്ന പ്രഹ്ലാദനെ പോലെ തന്നെയാണ്. അത്രയും രക്തങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന ശരീരം കണ്ടിട്ടും എൻ്റെ നാരായണ എന്ന് വിളിക്കുന്നത് പോലെ, പ്രപഞ്ചം മൊത്തം ഇളക്കി വിറപ്പിക്കുന്ന സ്വരൂപം കണ്ടിട്ടും ദേവന്മാരെല്ലാം ഭയന്നോടി ആ സ്വരൂപം കണ്ടിട്ട് അമ്മേ ദേവി എന്ന് വിളിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവന് ഉത്തമ ഭക്തനാണ്. ആ ഒരു ഭക്തതലത്തിലുള്ളവന് മാത്രമേ കാളീദേവിയെ, അത്ര വീരമായിട്ടുള്ള ഭക്തി, ഭക്തന്മാരിലെയും വീരനാണ് അവൻ കാളീദേവിക്ക് വേണ്ടി എന്ത് ചെയ്യും? അപ്പോൾ കാളീദേവി ഇവന് വേണ്ടി ആ പ്രപഞ്ചം പോലും എടുത്ത് തിരിച്ചു വെക്കും. അതിനുള്ള ശക്തി നമ്മുടെ അമ്മയ്ക്കുണ്ട്. ഞാൻ പറയുന്ന ഒരു മന്ത്രമൂർത്തിയായിട്ടോ ഒരു സേവാമൂർത്തിയായിട്ടോ ഒന്നും കാണുന്നവരുടെ കാര്യമല്ല. പ്രപഞ്ച സ്വരൂപിണിയായി ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ദേവി എന്നുള്ള രീതിയിൽ അമ്മയെ അംഗീകരിക്കുന്നപ്പോഴാണ്. അതാണല്ലോ തോട്ടാപ്പൂരി. ഇവിടെ നോക്കിയാൽ കാളി, അവിടെ നോക്കിയാൽ കാളി, മുകളിൽ നോക്കിയാൽ കാളി, താഴെ നോക്കിയാൽ കാളി, പ്രപഞ്ചം മൊത്തം കാളി. ആ സ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ ആ രീതിയിൽ അമ്മയെ നമ്മൾ സിദ്ധീകരിക്കണം.
അമ്മ എന്നുള്ള രീതിയിൽ സ്നേഹത്തോടെ അമ്മയെ അങ്ങ് സ്നേഹം കൊണ്ട് വരിഞ്ഞു മുറുകി അമ്മയെ നീ അല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞ് ആ കാൽക്കൽ വീണ് കിടക്കുന്ന ഒരാളെ അമ്മ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ആ ലെവലിലുള്ള ഭക്തി നമ്മൾക്കുണ്ടാൽ, ആ ലെവലിലുള്ള സ്നേഹം നമ്മൾക്കുണ്ടാൽ, ആ തലത്തിലേക്ക് ശരീരത്തെയും മനസ്സിനെയും ഉണർത്താൻ സാധിച്ചാൽ ഒരു കാളി ഭക്തന് നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. നമ്മൾ മനസ്സിലാക്കണം, ശ്രീരാമകൃഷ്ണ പരമഹംസർ വേറെ ഒരു ദൈവത്തിൻ്റെ മുഖത്തോട്ട് ശിവഭഗവാനെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ ദേവന്മാരെയും, ശ്രീരാമനെയും കൃഷ്ണനെയും എല്ലാ ദേവന്മാരെയും അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാം കാളി തന്നെയാണെന്നുള്ളൊരു ബോധമുണ്ട്. പക്ഷേ നമ്മളുടെ ദേവൻ, ഇതാണ് വേണ്ടത്, നമ്മളുടെ ദേവൻ തന്നെയാണ് മറ്റുള്ള ദേവന്മാരും. പക്ഷേ ആ ദേവനാണ് എൻ്റെ എല്ലാം. കാളിയാണ് എൻ്റെ എല്ലാം. കാളിയാണ് എൻ്റെ അമ്മ, കാളിയാണ് എൻ്റെ എല്ലാം. പ്രപഞ്ചം അമ്മയാണ്. ആ കാളിയമ്മ അല്ലാതെ ലോകത്ത് ആരുമില്ല. ഞാൻ വേറെ ആരാധിക്കത്തില്ല, വേറെ ആരുടെയും മുന്നിലേക്ക് പോലും ഞാൻ നോക്കില്ല, ആ വിഗ്രഹത്തിലേക്ക് പോലും നോക്കില്ല. കാളി 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 മാത്രം. അമ്മേ 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 കാളിയമ്മേ 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 ദേവിയമ്മേ 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 ദേവിയമ്മേ. ആ ഒരു ഭ്രാന്തത വേണം, ആ ഒരു ഭ്രാന്തമായ ഭക്തി വേണം. അമ്മയില്ലാതെ എനിക്ക് ഒരു അടി പോലും അനങ്ങാൻ സാധിക്കില്ല, അമ്മയില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള നിങ്ങളോട് കലർന്ന ഒരു ഭക്തി ഉണ്ടെങ്കിൽ സദാസമയം അമ്മ നിങ്ങളുടെ കൂടെയാണ്. സദാസമയം അമ്മ നിങ്ങളുടെ കൂടെ, സദാസമയം സ്നേഹിക്കുന്ന വാത്സല്യം ഇത്രത്തോളം ഭക്തന് നൽകുന്നൊരമ്മ. നമ്മളൊരു തെറ്റ് ചെയ്തോ, ഉത്തമ ഭക്തനാണെങ്കിൽ അമ്മയുടെ കാലെ പിടിച്ച് മാപ്പ് പറഞ്ഞ് എൻ്റെ മോനെ ഞാൻ ക്ഷമിച്ചെന്ന് പറയാം അമ്മ. അറിയാമോ കാരണം എന്താ? ആ സ്കന്ദനും ആ ഗണപതിക്കും ജീവൻ കൊടുത്ത അതേ പരാശക്തി തന്നെയാണ് നിങ്ങളുടെയും മാതാവ്. ആ സ്കന്ദൻ ആറായി നിന്നപ്പോൾ ആ കരുണയുടെ വാത്സല്യം മൂലം ഒന്നാക്കി തീർത്ത അമ്മ, ഗണപതി ഭഗവാനെ സൃഷ്ടിച്ച അമ്മ. ആ അമ്മയ്ക്ക്, ആ അമ്മയുടെ മാതൃവാത്സല്യം ആ കാണുന്ന പ്രചണ്ഡ സ്വരൂപത്തിലെ ഒരു മാതാവായിരിക്കുന്നത്, അമ്മയായിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയാം, നമ്മളിന്ന് മനുഷ്യരായി ദൈവഗതി പ്രാപിച്ച പലരെയും മാതാവേ, അമ്മേ എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ എല്ലാവരെയും, ഈ കണ്ട മനുഷ്യരെയും പൂച്ചയെയും പട്ടിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന് തന്നെ അധിപതിയായി, ലോകം തന്നെ സൃഷ്ടിച്ച, ലോകത്തിന് തന്നെ ജന്മം കൊടുത്ത ആ ലോകത്തിൻ്റെ ജഗത് ജനനിയെ ആ സ്നേഹത്തോടെ കാണും. നമ്മളൊരു മനുഷ്യനെ പോലും, ഒരു മനുഷ്യൻ ഒരു ദൈവഗതി പ്രാപിച്ചാൽ അവരെ പോലും നമ്മൾ അമ്മേ മാതാവേ എന്നൊക്കെ പറഞ്ഞ് കരുതുന്നു. ഒരു കുഴപ്പവുമില്ല, നല്ല കാര്യം. പക്ഷേ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച അമ്മയെ മുണ്ടമാല ധരിച്ച് നിൽക്കുന്ന കാണുമ്പോൾ, കാലമാകുന്ന ചക്രം കയ്യിലേന്തി നിൽക്കുമ്പോൾ, കാലത്തിനും അധിപതിയായി നിൽക്കുമ്പോൾ നമ്മൾക്ക് പേടിയാണ്. പേടി എന്താ? മൂഢത കൊണ്ടാണ്, അജ്ഞത കൊണ്ടാണ്. ശ്രീനാരായണ ഗുരുദേവൻ വളരെ യാഥാസ്ഥിതികനായിട്ടുള്ള യോഗീവര്യൻ എന്നാണ് എല്ലാവരും പറയുന്നത്. ആ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഭദ്രകാളി അഷ്ടകത്തിൽ ബാലാംബ എത്ര മനോഹരമായ അമ്മയെന്ന് വിളിച്ച് ദേവിയെ പ്രകീർത്തിക്കുന്നത്. അദ്ദേഹം അഞ്ചുതെങ്ങിൽ വെച്ച് ദേവിയുടെ വിഗ്രഹം ഇളക്കി മാറ്റി അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു. കാരണം എന്താ? അവിടെ ബലി സമ്പ്രദായം ഉണ്ടായത്. എങ്കിൽ പോലും ആ അമ്മയുടെ സത്തയെ, ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഭാവത്തെ ശ്രീനാരായണ ഗുരുദേവൻ അംഗീകരിക്കുന്നു. ഇനി ശ്രീനാരായണ ഗുരുദേവൻ്റെ തന്നെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യാവു സ്വാമി കൊടുങ്ങല്ലൂർ വന്ന് ദേവിയെ സിദ്ധീകരിച്ചിട്ടുണ്ട്, ദേവിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സിദ്ധ പരമ്പര പലരും ഈ പേരൊക്കെ പറയും. ഇന്ന ഗുരുക്കന്മാർ എതിർത്തിട്ടുണ്ട്. ഒരു ഗുരുവും ഇന്നേ വരെ കാളിദേവിയെ എതിർത്തിട്ടില്ല. എങ്കിൽ ബലി സമ്പ്രദായത്തെ എതിർത്തിട്ടുണ്ട്, സത്യമാണ്. ഗുരുദേവൻ 2 കൃതികൾ എഴുതിയിട്ടുണ്ട് കാളിദേവിയെക്കുറിച്ച്. തൈക്കാട് അയ്യാവു സ്വാമി സിദ്ധീകരിച്ചിട്ടുണ്ട്. ആദിശങ്കരാചാര്യരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ തിരുമൂലരായിക്കൊള്ളട്ടെ, ഏത് ഗുരുക്കന്മാരെ, ഏത് ഋഷിമാരെ എടുത്തു നോക്കിയാലും അവർ കാളി ദേവിയെ അംഗീകരിച്ചിട്ടുണ്ട്, പ്രപഞ്ചമാതാവിനെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും ചിന്തിക്കും ആദിശങ്കരാചാര്യർ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ആ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ് കാളി. അവിടെയാണ് നമ്മളുടെ കൺഫ്യൂഷൻ മൊത്തം കിടക്കുന്നത്. സൗന്ദര്യലഹരിയിൽ പരാമർശിക്കുന്നത് കാളീനെ കൂടി ആണ്, പ്രപഞ്ചശക്തിയാണ് അവിടെ പരാമർശിക്കുന്നത്, അല്ലാതെ ഇന്ന ദേവീഭാവത്തെ എന്ന് കരുതാൻ പാടില്ല. അപ്പോൾ ആ അമ്മയെ അംഗീകരിക്കാത്ത ഒരു യോഗിവര്യന്മാർ പോലുമില്ല. അപ്പോൾ അതൊരു നിസ്സാരക്കാരിയായ അമ്മയാണോ? നിസ്സാരക്കാരിയായ അമ്മ ആകാൻ വഴിയുണ്ടോ? അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു മനുഷ്യചിന്തയ്ക്ക് മാത്രം പ്രാപ്യമായിട്ടുള്ളൊരു നിസ്സാരമായിട്ടുള്ളൊരു ദേവതാ സ്വരൂപമാണോ? അല്ല. അതുകൊണ്ടാണ് ആ രൂപത്തെ നോക്കി ആ രൂപത്തിലും ഭക്തി കണ്ടെത്താൻ സാധിച്ച ഒരുപാട് കാളി ഭക്തരുണ്ട്. ആ രൂപത്തോട് ഇഴകിച്ചേർന്നുള്ള ഭക്തിയാണ്, അമ്മ എന്നുള്ള ഭക്തിയാണ്. പലരും പേടിച്ചു പോകുന്ന രൂപത്തെ കണ്ട ഇവർക്ക് സ്നേഹമാണ്. നമ്മൾ തീർത്ഥാടനമൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രചണ്ഡമായൊരു കാളി ദേവിയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അതിന് മുൻപിൽ ദേവിയുടെ ഒരു ചിത്രമുണ്ട്, അതുപോലെ തന്നെ വിഗ്രഹമുണ്ട്. ചിലരൊക്കെ ഭയന്ന് നിൽക്കുക.
പക്ഷേ ഒരമ്മ മാത്രം അമ്മേ ദേവി എന്ന് പറഞ്ഞ് ആ അമ്മയുടെ കാൽക്കൽ പോയി വീഴുന്നു. കാരണം എന്താ, ഉള്ളിൽ കാളി ദേവിയുടെ സത്യസ്വരൂപം അറിഞ്ഞാൽ വീരനാണ് നമ്മൾ. വീരനാകണം. ദേവിയെ ആരാധിച്ച് വീരനാകണം. അതാണ്, രക്തം കണ്ടാൽ അറയ്ക്കാത്തവനാണ് ഒരു കാളി ഭക്തൻ. രക്തം കണ്ടാലും അറക്കില്ല. എന്ത് ലോകത്ത് നിങ്ങളുടെ സമയം താഴോട്ടാണ്, നിങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അവിടെയാണ് നിങ്ങളുടെ കുലദേവി കാളി വരുന്നത്. 99% നിങ്ങളുടെ കുലദേവിയും നമ്മളുടെ എല്ലാവരുടെയും കേരളത്തിൻ്റെ തന്നെ കുലദേവി കാളിയാണ്. കാളി ദേവിയുടെ മണ്ണ്. ആ മണ്ണിൽ ദേവിയെ മറന്ന അന്ന് മുതലാണ് ബംഗാളും അതെ, നമ്മളുടെ കേരളവും അതെ, കാശ്മീർ ശൈവിസത്തിൽ അല്ലെങ്കിൽ കാശ്മീർ തന്ത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഊടുന്നൽ കൊടുത്ത് കാളിദേവിയെ ആരാധിച്ചിരുന്ന കാലത്ത് എല്ലാ സ്വത്തിനും എല്ലാ സമ്പത്തിനും അല്ലെങ്കിൽ എല്ലാ വിജ്ഞാനത്തിനും ഉറവിടമായിരുന്ന ഈ 3 താന്ത്രിക ദേശങ്ങൾ ഇന്ന് ഏത് അപചയത്തിലേക്കാണ് കൂപ്പുകുത്തിയത്? കാരണം എന്താണ്? അമ്മയെ മറന്നു. എല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന അമ്മയെ മറന്നപ്പോൾ കാവൽക്കാരനില്ലാതായാൽ ആ വീട്ടിൽ കയറി കൊള്ളയടിക്കുന്നത് എളുപ്പമാണ്. ശക്തനായൊരു കാവൽക്കാരനുണ്ടെങ്കിൽ ആ പരിസരത്തേക്ക് ആരും എടുക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനും ശരീരത്തിനും നമ്മളുടെ കുലത്തിനും എല്ലാം കാവൽ നിന്ന മഹാമായ പ്രപഞ്ചം തന്നെ ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മളുടെ കുലത്തിന് കാവൽ നിന്നപ്പോൾ നമ്മളതിനെ തിരസ്കരിച്ചതിൻ്റെ ആണ് നമ്മളിപ്പോൾ അനുഭവിക്കുക തന്നെ. പണ്ട് പലരും പറയും 4 കെട്ട് വീടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, അപ്പോൾ എന്താ അമ്മേ ഇതെല്ലാം നഷ്ടപ്പെട്ടത്? നമ്മൾക്ക് വെച്ചാരാധന ഉണ്ടായിരുന്നു മകനെ, അതെന്നാണോ നിർത്തിയത് അന്ന് മുതൽ നമ്മളില്ലാതായി. നമ്മൾക്ക് ആരാധന ഉണ്ടായിരുന്നു മകനെ, കാളി ദേവിയുടെ ആരാധന ഉണ്ടായിരുന്നു, നമുക്ക് ബ്രഹ്മരക്ഷസ് ഉണ്ടായിരുന്നു, നമുക്ക് യോഗീശ്വരൻ ഉണ്ടായിരുന്നു. ഇത് അന്ന് നിന്നു. അവിടെയാണ് അതെങ്കിലും മനസ്സിലാക്കുക. ഇനിയെങ്കിലും ആ ദേവി ആരാണെന്ന് മനസ്സിലാക്കുക. ഏത് കുലത്തിനും ഏത് ഉന്നതമായ സ്ഥാനത്തേക്കും തരാൻ സാധിക്കുന്ന, ഒരു കുടുംബത്തെ മൊത്തം ഭൗതികവും ആത്മീയവുമായി രക്ഷിക്കാൻ സാധിക്കുന്ന അമ്മയുടെ കരങ്ങളിൽ നിങ്ങളുടെ എല്ലാം ഭക്തരമാണ്. അപ്പോൾ ആ ദേവിയെ എങ്ങനെ ആരാധിക്കണം? അമ്മ എന്നുള്ള രീതിയിൽ ആ മാതൃവാത്സല്യം അമ്മ നമ്മളോട് കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ആ പുത്രൻ്റെ കർമ്മം അമ്മയോട് കാണിക്കണം. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി.